നീ ഉണങ്ങാനുണ്ടല്ലോ എന്ന്. ഇത് ബിഗ് മദർ, ഇത് ബിഗ് ഫാദർ, ഇത് ലിറ്റിൽ പ്രിൻസസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അനാമിക വിഷ്ണു എന്ന് പറയുന്നൊരു ഫാമിലി വ്ളോഗറുടെ ഒരു കണ്ടന്റാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആ കുട്ടി ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു സന്തോഷകരമായ നിമിഷം അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പിങ് മറ്റ് എല്ലാ കാര്യങ്ങളും വെച്ചാൽ ഹോസ്പിറ്റലിൽ അയച്ചിട്ടാണ് സമയത്തുള്ളതും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞു കുഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കുന്ന പിക്കും ഒക്കെയാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അല്ലല്ല, കുറേ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ ഞാൻ വന്നപ്പോൾ ഉണ്ണിയുടെ കഷ്ടപ്പെട്ട് ഓരോ റോസാപ്പൂവും അടുക്കി പറക്കി വൃത്തിയായിട്ട് കവർ വാങ്ങി ഒട്ടിച്ച് എനിക്കിത് തന്നിട്ടാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. ആ ബൊക്കെയാണ് ഈ ബൊക്ക. ഇത് ഞങ്ങൾ സൂക്ഷിച്ച് വെക്കും. ഈ പൂവ് അത് ഉണങ്ങത്തില്ലേ? ഉണ്ണിയുടെ പറഞ്ഞേ ഉണങ്ങത്തില്ലെന്ന്. നീ ഉണങ്ങാനുണ്ടല്ലോ എന്ന്. ഇത് ബിഗ് മദർ, ഇത് ബിഗ് ഫാദർ, ഇത് ലിറ്റിൽ പ്രിൻസസ്, ഡാഡിയുടെ സ്വന്തം. ഇതിനെല്ലാം മദർ, ബിഗ് മദർ, ബിഗ് മദർ കണ്ട ലിറ്റിൽ മദറാ. ഉണ്ണിയുടെ അമ്മ പണ്ടുള്ള, അതിനുശേഷം ഉണ്ണിയാണോ ഉള്ള, അതിനുശേഷം ഉണ്ണിമോള്. ലൈഫ് സൈക്കിളാ. ഇതിലെ നായിക. ഇതില് നമ്മുടെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും അവരെ. ഈ അനാമിക എന്ന് പറഞ്ഞൊരു അനാഥ കുട്ടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ കുട്ടി അനാഥാലയത്തിലാണ് വളർന്നത്. ആ അനാഥാലയം നടത്തുന്ന അമ്മ തന്നെയാണ് തൻ്റെ മകനെ കൊണ്ടാണ് ഈ കുട്ടി വിവാഹം കഴിപ്പിച്ചത്. കുഞ്ഞ് കണ്ടാൽ നല്ല സുന്ദരിയായ കൊച്ചുകുട്ടിയാണ്. നമുക്ക് ആ വിവാഹം നടന്ന സമയത്തൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ ആ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അവരുടെ നല്ല മനസ്സിനെ കുറിച്ചൊക്കെ പ്രകീർത്തിച്ചു കൊണ്ടൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ കുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. എനിക്കൊന്ന് ഭൂമിക എന്നാണെന്ന് തോന്നുന്ന പേര്, ഞാൻ അങ്ങനെ എവിടെയോ കണ്ടു കേട്ടോ, അതാ പറയുന്ന കുഞ്ഞു അവയുടെ പേര്. അപ്പം ഈ അമ്മ എന്നുവെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് എങ്ങനെയാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ, വേദനയൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ടാണ് ചിലർ വീഡിയോസ് ഇടുന്നത്. അപ്പം ആ വീഡിയോസ്, ഞങ്ങൾക്കൊരു വ്ളോഗ് ചാനലുണ്ട്. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് നടത്തുന്ന നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ പങ്കുവയ്ക്കുന്നത്. അപ്പം ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ മാക്സിമം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാതിരിക്കും അല്ലേ? കാരണം വെച്ചാൽ അവർക്ക് നല്ല പെയിൻ, അതും സിസേറിയൻ കഴിഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ നല്ല പെയിൻ കാണും. പിന്നെ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഇപ്പോൾ നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് രണ്ട് മക്കളാണ്, 2 വരെ സമയത്തും അനുഭവിച്ച വ്യക്തിയാണ് കേട്ടോ ഞാൻ. പക്ഷേ ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്ന് അറിയാതാണ് കേട്ടോ അനുഭവിച്ചത്. പിന്നെയാണ് നമുക്കിത് മനസ്സിലായത് ഈ ഒരു സ്റ്റേജ് ആണെന്നുള്ള കാര്യം. ഈ കുഞ്ഞു മക്കൾ ആദ്യത്തെ ടൈമിലെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മോളെ എടുക്കാൻ അറിയില്ല, ഫീഡ് ചെയ്യാൻ അറിയില്ല. ആ ടൈമിൽ മറ്റ് കുറച്ച് ഇഷ്യൂസ്, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ മറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആയിട്ട് അത് നോർമൽ ഡെലിവറി ആയിട്ട് പോലും ഭയങ്കര ഒരു വല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ഒന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മൂടെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ആ ക്യാമറയ്ക്ക് മുന്നിൽ ഈ കുട്ടിയെ കാണിക്കുന്നില്ല, അമ്മയാണ് കൂടുതൽ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ അമ്മ വളരെ സ്നേഹവതിയ ഒരു അമ്മയാണ്. സിസേറിയൻ കഴിഞ്ഞ ഒരു പെൺകുട്ടി, അതുപോലെ ആ കുട്ടി കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ അറിയില്ല. അപ്പോൾ ആ മാക്സിമം ആ അമ്മായിയമ്മയാണ്. പക്ഷേ അമ്മയെപ്പോലെ തന്നെ ആ കുഞ്ഞിനെ എടുത്ത് പരിപാലിക്കുന്നു. ആ കുഞ്ഞിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് അതിനോട് ഭയങ്കര സ്നേഹം. വെച്ചാൽ അവർ അനാഥാലയം നടത്തുന്നവരാണ്. 1 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ 1 വയസ്സുള്ള കുഞ്ഞിനെ അവരാണ് നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ മറ്റു ആരുടെയോ ഒരു കുഞ്ഞിനെ പോലും സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിക്കുന്ന അവരുടെ മോൻ്റെ കുഞ്ഞിനോട് കുറച്ച് അധികം സ്നേഹം കാണിക്കുന്നത് എന്താണ് തെറ്റ്? അതിനെ വ്യൂവേഴ്സ് ഇത് കണ്ട ശേഷം കൊണ്ട് അവളെ ശ്രദ്ധിക്കുന്നില്ല, അവൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ആ കുഞ്ഞിനെ ഒന്നും താങ്ങാറുണ്ട്. ഇപ്പം നമുക്ക് ഒരു പെയിൻ ഉണ്ട്, ഇപ്പം നമ്മൾ കിടക്കുവാണ്, ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻ വന്ന് കിടക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ എണീക്കുന്നു, അപ്പോൾ നമുക്ക് കുറച്ച് പെയിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഇതിൽ പറയാണ്. ഒരാൾ നമ്മൾ താങ്ങാൻ വന്നാൽ നമുക്ക് ചിലപ്പം ഭയങ്കര വേദനയായിരിക്കും, നമ്മളെ പിടിക്കുന്ന സ്ഥലത്തെല്ലാം നമുക്ക് വേദനയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതിൽ ആ കുട്ടി കാറിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഒന്ന് കാണാം.
പൊട്ടും അത്. എന്തോ ഉള്ളു ഉള്ളിവട അല്ലെങ്കിൽ എത്തിക്കപ്പോ മതി. എനിക്ക് എത്തിക്കപ്പോ. ആ അമ്മ അമ്മക്ക് എത്തിക്കപ്പോ. അമ്മയ്ക്കൊന്നും വേണ്ട. അതെന്തോ പ്ലാസ്റ്റിക്കിനകത്തോ? പൊട്ടും അത്. കണ്ടോ അതില് ആ കുഞ്ഞുമായിട്ട് അമ്മ ഫ്രണ്ട് സീറ്റിലിരുന്നത് കുറ്റം. ഈ ഒരു കാര്യം പറയാം, ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കണം. സിസേറിയൻ കഴിഞ്ഞ ഒരു പെൺകുട്ടി എങ്ങനെ സീറ്റ് ബെൽറ്റ് ധരിക്കും? അതുകൊണ്ടാണ് അമ്മ കുഞ്ഞുമായിട്ട് ഫ്രണ്ട് സീറ്റിലിരുന്നത്. പിന്നെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന കണക്കൊരു കംഫർട്ട് ഫ്രണ്ട് സീറ്റിലല്ല. ബാക്ക് സീറ്റിൽ അത്രയും ഒരു സ്പേസ് ഉണ്ട്, നല്ലപോലെ ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ബാക്ക് സീറ്റിലിരുന്നത്. ഇപ്പോൾ ഈ സി സെക്ഷൻ കഴിയുന്നൊരു പെൺകുട്ടിക്ക് അവർക്കെല്ലാം അറിയത്തുള്ളൂ അതിൻ്റെതായ ബുദ്ധിമുട്ടല്ല. ഈ കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. വെറുതെ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ അവരുടെ ഫാമിലി തന്നെ പ്രശ്നങ്ങളുണ്ടാവും. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഫാമിലിയിൽ എന്താ പറയുക, ചെറുതായിട്ട് കല്ല് കടിച്ച് തുടങ്ങും. എന്തിനാണ് നല്ലതുപോലെ പോകുന്ന ഫാമിലി കൊണ്ടുവന്ന് ഇങ്ങനെ എരുതിയിൽ ഇങ്ങനെ എണ്ണ ഇത് എരുതിയല്ല എരിയാൻ പോകുന്നേ. എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് ചിലപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു ഡെലിവറി കഴിഞ്ഞ ടൈമിൽ എന്തെങ്കിലുമൊക്കെ മൂഡ് സിങ്സ് ചെയ്യാൻ പറഞ്ഞില്ലേ, എത്ര സ്നേഹമുള്ള ഭർത്താവ് അമ്മയൊക്കെ ആയാൽ പോലും പെട്ടെന്ന് നമുക്ക് ഹോർമോൺ ഇംബാലൻസും ചേഞ്ചസും ഇനി ഈ കുഞ്ഞ് ഉറങ്ങാതിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ടെൻഷനൊക്കെ കൊണ്ട്, അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിനൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ എന്താണ് നമ്മുടെ മൂടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് എന്നോട് അങ്ങനെ ആയിരിക്കും എന്ന് ഈ കുട്ടിയിലും തോന്നാൻ ചാൻസ് ഉണ്ട്. കാര്യം എത്ര സ്നേഹമായിട്ട് ഈ അമ്മ നിന്നാലും കണ്ടോ അവർക്ക് അവരെ മതി. ഇങ്ങനെ കമൻറ്റുകൾ ഇടുമ്പോൾ ഈ കുട്ടി അത് വായിക്കാനിടയായ ചിലപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ കാര്യമുണ്ട്. അതാണ് പറഞ്ഞത്, നല്ലതുപോലെ പോകുന്ന ഫാമിലിയിൽ എന്തിനാണ് ഇങ്ങനെ ഇടങ്കോലിട്ട് കൊടുക്കുന്നത്? അവർ ഹാപ്പി ആയിട്ട് പോവുകയാണ്, സ്വന്തം അമ്മയെ പോലെയാണ് ആ കുട്ടി നോക്കുന്നതെന്ന്, ആ കുട്ടി അവർ നോക്കുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സ്വന്തം അമ്മ എങ്ങനെയാണോ നോക്കുക അതുപോലെ തന്നെയാണ് ആ അമ്മ നോക്കുന്നതെന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. എന്തായാലും ആ കുട്ടി ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് കാണാം. അതിൽ ആ കുട്ടി നന്നായിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ഈ അമ്മയിൽ നിന്നാണ്, ഞാനും എൻ്റെ വിഷ്ണു ചേട്ടനും ഒക്കെ ഒന്നിക്കാൻ കാരണമൊക്കെ പറഞ്ഞാൽ അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരോട് ചേർന്നൊരു വീഡിയോ ചെയ്തത് 5ാമത്തെ ദിവസം, സിസേറിയൻ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം ആ കുട്ടി ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ വിഷമം വന്നു. കാര്യം ഇതിൻ്റെ പേരിൽ അവരുടെ നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അവർക്ക് വരേണ്ടി വന്നതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. നമ്മൾ എന്തിനേയും നെഗറ്റീവായിട്ടായി കാണാൻ ശ്രമിക്കില്ല കേട്ടോ. നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടു, ഞാൻ ഈ വീഡിയോ ഇടുകയാണ്, ഈ വീഡിയോയിൽ എന്താണ് ഞാൻ പറയുന്നത് പോലും കാണാൻ ശ്രമിക്കാതെ ചിലപ്പോൾ ഞാൻ ഇട്ട തമ്പനയിലോ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ആദ്യത്തെ എന്തെങ്കിലും പറയുന്ന ഒരു ഡയലോഗോ അതെടുത്ത് വെച്ചിട്ട് അങ്ങ് വിമർശിക്കും. ഫുള്ള് കാണുകയോ എന്താണത് പറയുന്നത് പോലും അവർ ശ്രദ്ധിക്കില്ല. അത് തന്നെയാണ് ഈ വീഡിയോ കണ്ടവരുടെ. അപ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടപ്പോഴത്തേക്കും തന്നെ അവർ വിധി എഴുതി, അവർക്ക് ആ പെൺകുട്ടിയെ വേണ്ട, കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിധി എഴുതി. എന്നിട്ട് ഇനി അവൾക്ക് ഡിപ്രഷൻ ഇല്ലെങ്കിൽ, അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവൾക്ക് ഒരു തരത്തിലുള്ള ഡിപ്രഷനൊന്നുമില്ല. കാര്യം അതേപോലെയാണ് അവളെ നോക്കുന്നത്. പിന്നെ എത്ര സന്തോഷകരമായി നോക്കിയാലും ആ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് മൂലം നമുക്ക് ഉണ്ടാവാം. അത് ഈ ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കൾ എപ്പോഴും കരച്ചിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് ഉണ്ടാവുന്ന ആ ഉറക്കമില്ലായ്മയൊക്കെ വരുമ്പോഴത്തേക്കിനാണ് ഇത് സംഭവിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഈ കുട്ടിയുടെ സാഹചര്യത്തിൽ ആ അമ്മ പൊന്നുപോലെ കുഞ്ഞിനെ എപ്പോഴും നോക്കുവാണ്. അപ്പോൾ പിന്നെ ആ ഒരു സംഭവം ഉണ്ടാകാനേ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ അനാമികയും വിഷ്ണുവും കൂടി ഇരുന്നുകൊണ്ട് ആ വീഡിയോയ്ക്ക് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൂടെ കണ്ടിട്ട് വരാം. ഇന്നലെ ഇട്ട വീഡിയോക്കകത്തായിരുന്നു ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ വന്നു. അതും അമ്മ മുൻ സീറ്റ് ഇരിക്കുന്നു, എന്നേക്കാൾ അധികാരം അമ്മ കുഞ്ഞിൻ്റെ മേലെ എടുക്കുന്നു, പിന്നെ ഞങ്ങളെക്കാട്ടി അധികാരം കൂടുതൽ കുഞ്ഞിൻ്റെ മേലെ അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ, പക്ഷേ ഈ സ്ഥാപനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയാണ് നോക്കുന്നതും. 1 വയസ്സുള്ള മോളൊക്കെ ഉണ്ട്, അവളെ എടുക്കുന്നതും നോക്കുന്നതും എല്ലാം അമ്മയാണ്. അപ്പം സ്വന്തം മകൻ്റെ മോള് ജനിക്കുമ്പം ആ അമ്മ അതിനുള്ള അവകാശം കാണിക്കും. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. പക്ഷേ പറഞ്ഞ മനസ്സിലായെന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് ഇതുപോലെ 13 വർഷമായി. അന്ന് മുതൽ ട്രസ്റ്റി കുട്ടികളുണ്ട്, അമ്മ എല്ലാവരെയും നോക്കുന്നേ. 1 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്, 18 വയസ്സ് വരെയുള്ള. അവരെല്ലാവരെയും അമ്മയെ എടുത്ത് നടത്തുന്നതും അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതല്ല. അന്നേരം സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ അത് ഇവർക്ക് സിസേറിയനായിരുന്നു. സിസേറിയനായിട്ട് അത്രയും ക്രിട്ടിക്കലായിട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും.
കൊല്ലത്ത് ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു. അന്നേരം അവിടെ വെച്ചിട്ട് അവർക്ക് ഇതുപോലെ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 3 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അടൂർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഞാനും അമ്മയും അളിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് രാത്രി 10 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. നേരെ അഡ്മിറ്റ് ആകുമായിരുന്നു. അതും സിസേറിയൻ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ടെൻഷനിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഭാഗ്യ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ കിട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവക്കാണെങ്കിൽ ഇപ്പം ഇന്ന് 5ാമത്തെ ദിവസമായി. ഇവക്കാണെങ്കിൽ 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി. 5ാമത്തെ ദിവസം നമ്മൾ ആ വീഡിയോ ഇട്ട് അങ്ങനെ ഇട്ട് ഡിസ്ചാർജ് ആയി നമ്മൾ വീട്ടിലോട്ട് വരുന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 കാറുണ്ടായിരുന്നു. എൻ്റെ കാറാണെങ്കിൽ കട്ടറയ്ക്ക നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴി കട്ടറയ്ക്ക. അങ്ങനെ അമ്മയെ പറഞ്ഞ് എടാ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കൂലിങ്ങും, അവർക്ക് അങ്ങനെ കൂലിങ്ങി കൂടാ. ഞാനും പിന്നെ അമ്മയുടെ ചേച്ചിയൊക്കെ വേറൊരു കാറിനകത്തും അനാമികയും എൻ്റെ അനിയത്തിയും അമ്മയും ഒരു കാറിനകത്തും വന്ന് നേരെ ഒന്ന് ഞാൻ ആ വീഡിയോ എടുത്ത്. അത് മാത്രമല്ല കാറിന്റെ മുൻ സീറ്റ് ഇരിക്കാത്ത കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പം അറിയാലോ ഏജ് കുറവാ. ഇപ്പൊ ഒരുപാട് കമന്റും ഉണ്ടായിരുന്നു ഏജ് കുറവാ, ഈ ഒരു ഏജിൽ ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ ഒരു എടുക്കാനായാലും ഒക്കെ ഒരു ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനെയും കൂടെ ബാധിക്കുമോ എന്ന് വെച്ചിട്ടാണ് അമ്മ കുഞ്ഞിനെ കൂടുതൽ കെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല കാറിന്റെ മുൻ സീറ്റ് ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റത്തില്ല. ഞാൻ ബാക്കിലാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഇടം ബാക്ക് സീറ്റായിരുന്നു. അത് സിസേറിയൻ ആയിരുന്നു. നിങ്ങൾ പറയുന്നത് പോലല്ല, നമുക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനാമിയെ ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. കാരണം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ അതിനകത്ത് കമന്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് ഇടുന്നു. പക്ഷെ നമ്മളിത് കാണുന്നവർ, ഇപ്പം അനാമിക കണ്ടാലും എൻ്റെ അമ്മ കണ്ടാലും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അറിയാവുന്നവരും പിന്നെ നിങ്ങൾ കണ്ടാലും അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്ന അറിയത്തില്ല. അനാമികയും വിഷ്ണു പറയുന്നുണ്ട് അവരുടെ കുഞ്ഞിന് അവരെക്കാട്ടിയ അവകാശം അമ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ, എൻ്റെ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റെ അമ്മയ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കിലെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഇനി ഇതിനെയും കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അവളെ കൊണ്ട് പറയിച്ചതാണ്, നീ അങ്ങനെ പറയണം, കണ്ട കുട്ടിയെ ആ കുട്ടി പറയുന്നുണ്ട് 5 ദിവസം ആയതുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടോ, ആ കുട്ടിയെ 5 ദിവസം ആയതുള്ളൂ, കണ്ടോ കുണ്ടിരുത്തേക്കുന്ന കണ്ടോ, ആ ബുദ്ധിമുട്ടിരിക്കുന്ന കണ്ടോ അവർക്ക് ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ദൈവത്തെ ഓർത്ത് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഫാമിലി വ്ളോഗറാണ്. അവരവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും നശിപ്പിക്കാതിരിക്കുക. അവരെ കുഞ്ഞുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോട്ടെ. ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കെയറും അവർ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ വേറൊരു കാര്യമുണ്ട്, ഈ സബ്സ്ക്രൈബേഴ്സിന് ആ പെൺകുട്ടിയോട് അത്ര സ്നേഹമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അത് വേറൊരു സത്യം. അപ്പം ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ കുഞ്ഞും അമ്മയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇപ്പോൾ എങ്ങനെയാണോ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ല സപ്പോർട്ട് ആ കുഞ്ഞിന് കൊടുക്കുന്ന അതേ സപ്പോർട്ട് തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നൽകി പൂർണ്ണ പിന്തുണ നൽകി അവർ സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നത് ടാറ്റാ ബൈ ബൈ, സീ യു.